Dear students, welcome back to my YouTube channel, and you get my previous videos from my personal homepage or from my YouTube channel. And to get the updates in higher education, please subscribe my channel. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സ്കോളർഷിപ്പ് ഫോർ ഹയർ സ്റ്റഡീസ് ആണ്. എൻ്റെ രണ്ട് പ്രീവിയസ് വീഡിയോ it was based on, one was based on scholarship for science students and to do research, and second one was scholarship by central government, and third video is based on scholarship by state government provide ചെയ്യുന്ന സ്കോളർഷിപ്പുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഒന്ന് സ്റ്റേറ്റ് മെറിറ്റ് ആൻഡ് ഹിന്ദി സ്കോളർഷിപ്പ്, സുവർണ ജൂബിലി മെറിറ്റ്, ബ്ലൈൻഡ്, PH ആൻഡ് ആസ്പയർ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. അതേപോലെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന രണ്ട് സ്കോളർഷിപ്പുകൾ, ഒന്ന് മുസ്ലിം ഗേൾസ്, രണ്ട് PJMS പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. സമുന്നതി എന്ന് പറയുന്നത് ഫോർവേഡ് കാസ്റ്റിന് നൽകുന്നതാണ്. പിന്നെ ഓർഫൻസിന് നൽകുന്ന സ്കോളർഷിപ്പാണ് സ്നേഹപൂർവം. ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷന്റെ സൈറ്റാണ് ഇത്. DCE സ്കോളർഷിപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ്, ബാക്കി ഈ കാണുന്നതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതാണ്, ഈ കാണുന്ന ആസ്പയർ വരെ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇറ്റ് വിൽ ഡയറക്റ്റ് യു ടു ദിസ് പേജ്. എന്നിട്ട് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തതിന്റെ ശേഷം എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഇനി വൺസ് ഇവിടെ ഒരു രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. എത്രയും സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ പറയാത്ത രണ്ട് സ്കോളർഷിപ്പുകളാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും അതേപോലെ മുസ്ലിം ഗേൾസും. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതേ ലോഗിൻ ID ഡീറ്റെയിൽസ് വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷന്റെ കാൻഡിഡേറ്റ് ലോഗിൻ ID ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതെന്ത് ചെയ്യാം, സ്റ്റേറ്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഇവിടെയും നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ, DCയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലോഗിൻ ID വെച്ച് സ്റ്റുഡൻസ് ലോഗിനിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് same ID that you have registered in DCE can be used here also, and the same ID that you have used here can also be used in minority welfare department. അപ്പൊ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റും ഇന്റർലിങ്ക്ഡ് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരേ സെർവറാണ്. അപ്പോ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മറ്റു സൈറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ ഇതിലുള്ള സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം. മൈനോറിറ്റി വെൽഫെയറിൽ നമുക്ക് ആവശ്യമുള്ള CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, അതേപോലെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പുമാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് SJMS. ഇത് DCE സ്കോളർഷിപ്പ് ആണ്. അതിന്റെ സൈറ്റ് ഇതാണ്. സ്റ്റുഡൻസ് ഗോട്ട് അഡ്മിഷൻ ഫസ്റ്റ് ഇയർ UG ഓർ PG. UG ഫസ്റ്റ് ഇയേഴ്സിനും PG ഫസ്റ്റ് ഇയേഴ്സിനും അപ്ലൈ ചെയ്യാം. ഗവൺമെന്റ് അഫിലിയേറ്റഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതേപോലെ യൂണിവേഴ്സിറ്റീസ് ഇൻ സ്റ്റേറ്റ് ക്യാൻ ആൾസോ അപ്ലൈ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് BPL-കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ പേഴ്സണൽ ബാങ്കിങ് അക്കൗണ്ട് ഇൻ നാഷണലൈസ്ഡ് ബാങ്ക്, IFSC കോഡുള്ള ബാങ്കുകളിൽ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ സ്കോളർഷിപ്പ് 10% SC/STക്കും 10% PH വിഭാഗത്തിനും, അതേപോലെ നാഷണൽ ലെവലിൽ ആർട്സിലും സ്പോർട്സിലും കഴിവ് തെളിയിച്ച ആളുകൾക്ക് 5% ഉണ്ട്. ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്തതിന്റെ ശേഷം, നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ദ പ്രിന്റ് ഔട്ട് ഫോർ വെരിഫിക്കേഷൻ അറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിന് അത് റിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി എല്ലാ സബ്ജക്ട്സിനുണ്ട്. പിന്നെ മാർക്ക് 50% മാർക്ക് മതി. BPL കാറ്റഗറി ആയിരിക്കണം. UGക്ക് PGക്കും 10,000 വീതം എമൗണ്ട് കിട്ടും. അതുപോലെ UGക്കും PGക്കും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണം, അത് ഓർത്തു വെക്കുക. രണ്ടാമത്തത് ഹിന്ദി സ്കോളർഷിപ്പ് ആണ്. DCE തന്നെ നൽകുന്നതാണ്. സൈറ്റ് ഞാൻ പറയേണ്ടതില്ല, നേരത്തെ കാണിച്ച സൈറ്റ് തന്നെയാണ്. ഇതിന്റെ കണ്ടീഷൻ ഹിന്ദി ഷുഡ് ബി ലേൺഡ് ആസ് വൺ സബ്ജക്ട്. അതേപോലെ ഓൺലി ഫ്രഷ് +2 ബാച്ച് സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ. ഗ്യാപ്പ് ഉണ്ടായിരിക്കാൻ പാടില്ല. BA, BSc, BCom ഇതിൽ ഏതെങ്കിലും പഠിക്കുന്നവർ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയി പഠിക്കുന്നവരും PGക്ക് ഹിന്ദി മെയിൻ ലാംഗ്വേജ് ആയി പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം.
ആർട്സ് ആൻഡ് സയൻസ് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്നവരായിരിക്കണം. പിന്നെ എയ്ഡഡ് കോഴ്സ് സ്റ്റുഡൻസിനെ പറ്റൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്തതിനു ശേഷം വെരിഫിക്കേഷനിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സബ്മിറ്റ് ചെയ്യാം, റിന്യൂ ചെയ്യാം നെക്സ്റ്റ് ഇയറിൽ. ഹിന്ദിന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിക്കണം, +2 ഹിന്ദി പഠിക്കണം. അതുപോലെ മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പറ്റും, ഇൻകം ലിമിറ്റ് ഇല്ല ഇതിന്. UGക്ക് 500 പെർ മന്ത് കിട്ടും, PGക്കാണ് 1000 പെർ മന്ത്. MA ഹിന്ദി പഠിക്കുന്നവർക്ക് UGക്കും PGക്കും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അതിന് ബ്ലൈൻഡ് ഓർ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫീ കൺസെഷൻ അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. അതിന് DC സ്കോളർഷിപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതേപോലെ മ്യൂസിക് ആൻഡ് ട്രെയിനിങ് കോളേജ്, ഇതിന് ഈ സ്കോളർഷിപ്പിന് റിന്യൂവൽ ഇല്ല. ഫ്രഷ് ആയിട്ട് ഓരോ വർഷവും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അത് യു ഹാവ് ടു സബ്മിറ്റ് ദ പ്രിന്റ് ഔട്ട് ഫോർ വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. യു ഗെറ്റ് ഫീ എമൗണ്ട്, ഹോസ്റ്റൽ ഫീ ആൻഡ് ബുക്ക് അലവൻസ്, ബോർഡിംഗ് ഗ്രാന്റ്. അതേപോലെ നോ അതർ സ്കോളർഷിപ്പ് ഓർ ഗ്രാന്റ് ഷുഡ് നോട്ട് ബി for student except SC/ST ഗ്രാന്റ് അവൈൽ ചെയ്യാം. അപ്പൊ മറ്റുള്ള സ്കോളർഷിപ്പ് കിട്ടാൻ പാടില്ല. പക്ഷെ അപ്ലൈ ചെയ്യാം. ഇഫ് യു അപ്ലൈ ഫോർ മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് then it's okay, but you can select best one and application printout should be submitted to the college verification. Amount ഇത് ശ്രദ്ധിക്കണം, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങണം. ഇനി ഫീസ് ആനുകൂല്യം വിഭാഗത്തിലും പിന്നെ ധനസഹായം ലഭിക്കും, ഹോസ്റ്റൽ ചാർജ് കിട്ടും, ബോർഡിംഗ് ഗ്രാന്റ് കിട്ടും. ഇതാണ് വാർഷിക വരുമാനം ഓരോന്നിനും. ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് ചെയ്യുക, ഇത്രയും തുക നമുക്ക് ലഭിക്കുക. ഇനി DC സ്കോളർഷിപ്പ് കഴിഞ്ഞും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്, ഇത് വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ്. KSHC കേരള ഗവൺമെന്റിന്റെ സൈറ്റിൽ പോയാൽ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഞാൻ നേരത്തെ കാണിച്ച വെബ്സൈറ്റ് ആണ്. അതേപോലെ സ്റ്റുഡൻസ് ഗോട്ട് അഡ്മിഷൻ ഇൻ ഫസ്റ്റ് ഇയർ UG പ്രോഗ്രാം ഇൻ ഗവൺമെന്റ് അഫിലിയേറ്റഡ് സയൻസ് കോളേജ് ഓർ IHRD കോളേജ്, ഇവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓരോ അപേക്ഷക്കാണ് മിനിമം യോഗ്യത പാസ് മാർക്ക്, ഓരോ വിഷയത്തിലും വേണ്ട പാസ് മാർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി സ്കോളർഷിപ്പ് എമൗണ്ട് 12,000 ഒന്നാം വർഷവും 18,000 സെക്കൻഡ് ഇയറിലും 24,000 തേർഡ് ഇയറിലും. അതേപോലെ PGക്ക് റിന്യൂവൽ ആണ്, ഫ്രഷ് അപ്ലിക്കേഷൻ ഇല്ല. ഒന്നാം വർഷം 40,000ഉം രണ്ടാം വർഷം 60,000ഉമാണ്. അതേപോലെ 40% മുകളിൽ ശാരീരിക വൈകല്യമുള്ളവർക്ക് എമൗണ്ട് 25% അധികമായിട്ട് നൽകും. ഈ സ്കോളർഷിപ്പും റിസർവേഷൻ SC/STക്ക് 10%, BPL വിഭാഗത്തിന് 10ഉം OBCക്ക് 27ഉം PHന് 3%ഉം 50 ജനറലിനുമാണ്. പ്രിന്റ് ഔട്ട് വെരിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇനി ഹയർ എഡ്യൂക്കേഷന്റെ മിനിമം യോഗ്യത നമ്മൾ ഓൾറെഡി കാണിച്ചു. പിന്നെ വിവിധ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പും അത് കാണിച്ചിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോട്ടോ സിഗ്നേച്ചർ, അതേപോലെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ BPS സർട്ടിഫിക്കറ്റ്, പിന്നെ +2 മാർക്ക് ലിസ്റ്റ്, SSLC മാർക്ക് ലിസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. സ്റ്റുഡന്റ് ഇസ് ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ DC, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഫർണിഷ് സെയിം ഡീറ്റെയിൽസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ സൈറ്റ് ഓൾസോ. ഇനി മൂന്നാമത്തെ സൈറ്റ് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. ഇവിടെ നമുക്ക് CH മുഹമ്മദ് ബോയ് സ്കോളർഷിപ്പും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ്. ഇനി എന്താണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്? ഇറ്റ്സ് എൻ അവാർഡ് ആൻഡ് ഫുൾ A+ കിട്ടിയ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഇത്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാർസി വിഭാഗത്തിനാണ് ഇത് നൽകുന്നത്. സെലക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് ഇൻകം ലെസ് ദാൻ 8 ആയിരിക്കണം. പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു BPL കാൻഡിഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് 30th October ആണ്. +2 VHSC പാസ്സായവർക്ക് 10,000ഉം അതേപോലെ UG PGക്കും ഈ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, അവാർഡ് ഉണ്ട്, 15,000ഉം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അപേക്ഷകർ ഹാജരാക്കേണ്ട രേഖകൾ SSC, +2, അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ കാർഡിന്റെ കോപ്പി, നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, വരുമാനം, റേഷൻ കാർഡ് പകർപ്പ്, ഇതൊക്കെയാണ് നൽകേണ്ടത്. ഇനി CH മുഹമ്മദ് കോയ ഗേൾസിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പാണ്. ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് കിട്ടും, നല്ല എമൗണ്ട് ഉണ്ട്. ഇതാണ് വെബ്സൈറ്റ്, മൈനോറിറ്റി വെൽഫെയറിന്റെ ആണ് വെബ്സൈറ്റ്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാർസി വിഭാഗങ്ങൾക്കാണ് 50% മാർക്ക് ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൽ. അൺഎയ്ഡഡ് കോഴ്സിലുള്ള സ്റ്റുഡൻസിനും ഇത് മെറിറ്റ് സീറ്റിൽ വന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ അവരെ അനുവദിക്കാറുണ്ട്.
എല്ലാ സബ്ജക്ട്സിനും ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഇൻകം ലിമിറ്റ് ഷുഡ് ബി ലെസ് ദാൻ 8 and the amount for 5,000 for UG, 6,000 for PG. ഹോസ്റ്റലേഴ്സിന് നല്ല എമൗണ്ടിന് 13,000 ഉണ്ട്. യുജിക്കും പിജിക്കും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് വൺ, മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ CAക്ക് വേണ്ടി അവർ സ്കോളർഷിപ്പ് നൽകുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഡിപ്ലോമ കോഴ്സിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ കാണാം. ഇതുപോലെ തന്നെ ഫോർവേഡ് കാസ്റ്റിനുള്ള ഒരു സ്കോളർഷിപ്പാണ് സമുന്നതി. KSWCFC.org ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 20th October ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഒരു വൺ ടൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ഈ സ്കോളർഷിപ്പിന് റിന്യൂവൽ ഇല്ല, ഓരോ വർഷവും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യുക, അപ്ലോഡ് ഇറ്റ് ഓൺലൈൻ. ആനുവൽ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 2 lakh. അപ്ലിക്കേഷൻ ഓൺലൈൻ മോഡാണ്. നോ നീഡ് ടു സബ്മിറ്റ് ദ ഫോം എനിവർ. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ കോഴ്സിനും, പ്രൊഫഷണൽ കോഴ്സിന് 8,000 ആണ്, നോൺ പ്രൊഫഷണലിന് 6,000 ആണ്. ഓരോ ഇയറിലും കിട്ടുന്ന തുക ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടിസ്ഥാന യോഗ്യത ഈ ഒരു കോളത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ അപേക്ഷയോട് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു കോളത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ലാസ്റ്റ് സ്നേഹപൂർവം, ഇത് ഓർഫൻസിനുള്ളതാണ്. സ്റ്റുഡൻസ് ഹു ഹാവ് ലോസ്റ്റ് ഐദർ ഫാദർ ഓർ മദർ ഓർ ബോത്ത്. BPL കാറ്റഗറി ആയിരിക്കണം. ഇനി APL ആണെങ്കിൽ ഈ പറയുന്ന ഇൻകം ലിമിറ്റിന് താഴെ ആയിരിക്കണം. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഡിഗ്രി കോഴ്സിനും പ്രൊഫഷണൽ കോഴ്സിനും 10,000 per month ആണ് കിട്ടുന്നത്. ഇതിൽ ചെയ്യേണ്ടത് പാരന്റ്സ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഈ ഇത്രയും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. പാരന്റ്സ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, BPS സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക് ആൻഡ് കോപ്പി ഓഫ് ആധാർ. എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുക വെച്ചാൽ ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഫില്ല് ചെയ്തിട്ട് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നോട്ട് സെന്ററിൽ എന്ത് ചെയ്യാം, ബിഫോർ 31st October of every year അവിടെ സബ്മിറ്റ് ചെയ്യാം. അവർ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ മറ്റൊരു സ്കോളർഷിപ്പാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകുന്ന ഒരു പ്രൈവറ്റ് സ്കോളർഷിപ്പാണ് SIB സ്കോളർ. ഇത് +2 ഗവൺമെന്റ് ഹയർ സെക്കൻഡറിന്ന് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 85% മാർക്ക് വേണം. ഫാമിലി ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 1 lakh. ആൻഡ് കോഴ്സസ് BTech, MBBS, BDS, BHMS, BV, MS, BPharm, BSc, Nursing and any UG course they can apply. ഇവിടെ 100% ട്യൂഷൻ ഫീ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. മന്ത്ലി അലവൻസ് ഓഫ് 4,000 Indian rupees you will get. നല്ലൊരു സ്കീമാണിത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പ്. ഇതിന് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടില് വെരിഫിക്കേഷന് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും, ഫോട്ടോ അറ്റാച്ച് ചെയ്ത പ്രിന്റ് ഔട്ട്, SSLC +2 മാർക്ക് ലിസ്റ്റ്, അതേപോലെ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് നിർബന്ധമില്ല എന്നാലും അത് പ്രൊവൈഡ് ചെയ്യുക, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി, ഇൻകം, ഹോസ്റ്റൽ, ജനറൽ ആണ് ഇത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഓരോ കേസിലും ആവശ്യമായി വരുന്നത്. ആൻഡ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്, എന്റെ പ്രസന്റേഷനിൽ കാണിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ചിലപ്പോൾ മാറിയേക്കാം. ഞാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. അപ്പോ ഓരോ ഡീറ്റെയിൽസിനും ഫർദർ ഡീറ്റെയിൽസിന് സ്റ്റുഡൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലീസ് വിസിറ്റ് ദ വെബ്സൈറ്റ് ഫോർ നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്ഡേറ്റ്സ്. ഇനി ജനറലായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഇൻ നാഷണലൈസ്ഡ് ബാങ്ക്, IFSC കോഡുള്ള, അതേപോലെ ആ ബാങ്ക് അക്കൗണ്ട് പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം, ലിങ്ക് ടു ആധാർ. ദെൻ മൈനർ അക്കൗണ്ട് ഉള്ളവർ എത്രയും പെട്ടെന്ന് അത് മേജർ അക്കൗണ്ട് ആയിട്ട് ചേഞ്ച് ചെയ്യാം. ആൻഡ് മോസ്റ്റ് റെക്കമെൻഡഡ് ബാങ്ക് ഈസ് SBI. ഇനി മിക്കവാറും സ്കോളർഷിപ്പ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം, പക്ഷെ ഏറ്റവും ബെസ്റ്റ് അവസാനം സെലക്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എക്സെപ്ഷൻ ഉള്ള ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പറ്റാവുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. ഹിന്ദിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. എന്റെ പ്രീവിയസ് 2 വീഡിയോയിലും സിംഗിൾ ഗേൾ ചൈൽഡും റാങ്ക് ഹോൾഡേഴ്സിനുള്ള ഇതൊക്കെ റാങ്ക് ഹോൾഡേഴ്സിനുള്ള UGC സ്കീമൊക്കെ മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പറ്റാവുന്നതാണ്. ഇനി സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് PSMO എന്ന സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. So thank you for watching, and to get more updates on different topics in higher education, please subscribe my channel, and thank you. That's all.